ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ BCom-ലുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന പുസ്തകത്തിലെ ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള 7th പ്രോബ്ലം എക്സാമ്പിൾ അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കാം. ആദ്യം ട്രയൽ ബാലൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസ് നിന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. അപ്പോൾ ഇയർ എൻഡ് ചെയ്യുന്നത് December 31, 2025 അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റോക്ക് ഓൺ March 31, 2025 ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് സാലറീസ്, ടാക്സസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അക്രൂഡ് ഇൻകം ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൺഏൺഡ് കമ്മീഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻസ്. ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2025 ആണ്. അപ്പോൾ അതിൽ ട്രേഡിംഗ് അക്കൗണ്ടാണ് ഫസ്റ്റ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 1 March 2024 12,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസസ് ആഡ് ചെയ്യുക. അപ്പോൾ പർച്ചേസിൽ നമ്മൾക്ക് പർച്ചേസും അതുപോലെ തന്നെ റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസിൽ നിന്ന് റിട്ടേൺ ലെസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പർച്ചേസ് എമൗണ്ട് റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് കാര്യം നോക്കാം. പർച്ചേസ് എമൗണ്ട് ഇവിടെ തന്നിട്ടുള്ളത് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് എന്നുള്ള എമൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ആയിരിക്കും, സെയിൽസ് ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ഇനി റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺസിൽ ക്രെഡിറ്റ് സൈഡിലുള്ളത് പർച്ചേസ് റിട്ടേണും ഡെബിറ്റ് സൈഡിലുള്ളത് സെയിൽസ് റിട്ടേണാണ്. ഓക്കെ, അപ്പോൾ അതിൽ പർച്ചേസിൻ്റെ എമൗണ്ട് വരുന്നത് പർച്ചേസ് എമൗണ്ട് 90,000 ആണ്. 90,000 ഇന്നർ കോളത്തിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് റിട്ടേൺ ലെസ് റിട്ടേൺസ് നമുക്ക് ഇന്നർ കോളത്തിൽ തന്നെ എഴുതിയിട്ട് മൈനസ് ചെയ്യാം. റിട്ടേൺസ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് ആണ് നമ്മളുടെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ എമൗണ്ട് വരുന്നത് 4,000 ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. ലെസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് 86,000 ആണ്. ഓക്കെ, പർച്ചേസ് എമൗണ്ട് കിട്ടി. ഇനി നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വേജസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ്, പിന്നെ അതുപോലെ തന്നെ വേറെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസിൽ ഇതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കാം. വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കണം. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്കത് എമൗണ്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ വേജസ് തന്നിട്ടുള്ളത് 8,000 ആണ്. നെക്സ്റ്റ് ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് നമ്മൾക്ക് തന്നിട്ടുള്ളത് 15,000 ആണ്.
15,000 ഔട്ടർ കോളത്തിൽ എഴുതുക. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. ഇനി നമ്മൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും ഇതിൽ എഴുതാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ക്രെഡിറ്റ് സൈഡിൽ പോവുക. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് സെയിൽസ് ആണ്. ഓക്കെ, സെയിൽസിൽ നമ്മൾക്ക് റിട്ടേൺ ഉണ്ട്, ലെസ് ആൻഡ് റിട്ടേൺ ഉണ്ട്. ഇവിടെ സെയിൽസിൻ്റെ എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ആണ് എത്ര, 1,70,000. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലെസ് റിട്ടേൺസ് ലെസ് ചെയ്യുക. എമൗണ്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഡെബിറ്റ് ബാലൻസ് ആണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് മൈനസ് ചെയ്ത എമൗണ്ട് നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം. $1,65,000. ഓക്കെ, ഇനി ക്ലോസിങ് സ്റ്റോക്ക്. നെക്സ്റ്റ് വരുന്ന ഐറ്റം ക്ലോസിങ് സ്റ്റോക്കാണ്. ക്ലോസിങ് സ്റ്റോക്ക് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ, സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2025 എത്രയാണ്, അതായത് ലാസ്റ്റ് ദിവസത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 23,000 ആണ്. അപ്പോൾ ഇവിടെ ക്ലോസിങ് സ്റ്റോക്ക് എഴുതാം. ക്ലോസിങ് സ്റ്റോക്ക് 23,000 ആണ്. ഓക്കെ, 23,000 ആണ് നമ്മളെ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതാനൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യുക, ടോട്ടൽ കാണുക. രണ്ട് സൈഡും ടോട്ടൽ എത്ര വരും റഫായിട്ട് കാണുക. റഫായിട്ട് കണ്ടതിന് ശേഷം അതിൽ ഗ്രേറ്റർ ടോട്ടൽ, ഏറ്റവും വലിയ ടോട്ടൽ ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാലൻസ് ഈ ടോട്ടൽ കോളത്തിൽ എഴുതുക. അപ്പോൾ അതിൽ 1,65,000 പ്ലസ് 23,000 എന്ന് പറയുന്നത് 1,88,000 ആണ്. അതുപോലെ തന്നെ ഇത് ടോട്ടലാക്കി കഴിഞ്ഞാൽ അത്രയും വരില്ല. അപ്പോൾ എമൗണ്ട്, വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്, 1,88,000 ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസിലുള്ള അല്ലെങ്കിൽ ഡെബിറ്റ് കോളത്തിലുള്ള എമൗണ്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1,88,000-നേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 1,88,000 നമ്മൾ ടോട്ടലാക്കി എടുത്തു. ഇനി ഇവിടെ ഒരു എമൗണ്ടിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ എമൗണ്ടിൻ്റെ ഗ്യാപ്പാണ് നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റായിട്ട് വരുന്നത്. കാരണം നമ്മൾക്ക് സെയിൽസ് അതുപോലെ തന്നെ ക്ലോസിങ് സ്റ്റോക്ക് ഈ എമൗണ്ടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. എക്സ്പെൻസ് കുറവും നമ്മൾക്കുള്ള ബാക്കി സെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ നമ്മൾ ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഈ കോളത്തിൽ ഈ ടോട്ടലിൻ്റെയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റായിട്ട് എഴുതി വെക്കുക. അപ്പോൾ അതും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്ക് കിട്ടുന്നത് 67,000 ആണ്. 67,000 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഗ്രോസ് പ്രോഫിറ്റാണ്. നമുക്ക് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എമൗണ്ട് 67,000. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ടോ, ട്രയൽ ബാലൻസിൽ ഏതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ അതും, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സും, ഡിപ്രിസിയേഷൻസ് പോലെയുള്ള അതുപോലെ തന്നെ ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡ് കാണിക്കും. അതുപോലെ തന്നെ ഇൻകംസ്, അതുപോലെ തന്നെ മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൽ ട്രയൽ ബാലൻസിൽ ആദ്യം കാണുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സൺട്രി എക്സ്പെൻസ് ആണ്. സൺട്രി എക്സ്പെൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആദ്യം സൺട്രി
എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസ് എമൗണ്ട് 2000 ആണ്. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ നോക്കാം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് ഇൻകം സൈഡാണ്. കാരണം നമ്മൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നമ്മൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ആയിരിക്കും. ഇൻകം എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഇൻട്രസ്റ്റ്. ഇനി നമ്മളൊരു കാര്യം ചെയ്യണം, ഈ ഇൻട്രസ്റ്റിന് വല്ല അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് വാസ് 1000. അതായത് അക്രൂഡ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് 1000 ഉണ്ട്. അതായത് നമുക്ക് 1000 രൂപയുടെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് റിസീവ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. അതായത് റിസീവ് ചെയ്യാൻ സമയമായി, പക്ഷേ നമ്മൾക്ക് ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ഇൻകം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കണം. ഓക്കെ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ കോളത്തിൽ നമ്മൾക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. ശേഷം അക്രൂഡ് ഇൻകം നമ്മൾ ആഡ് ചെയ്യുക. ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ്. അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾക്ക് 1000 ആണുള്ളത്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ ടോട്ടൽ എമൗണ്ട് എഴുതുക. ടോട്ടൽ എമൗണ്ട് 8000. ഓക്കെ. അക്രൂഡ് ഇൻകം എപ്പോഴും നമ്മൾ ഇൻകം സൈഡിൽ കൺസേൺഡ് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കൂടി കാണിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ടാക്സ് ആൻഡ് ഇൻഷുറൻസ്. ടാക്സ് ആൻഡ് ഇൻഷുറൻസ് നമ്മൾക്കുള്ള എക്സ്പെൻസ് ആണ്. ഓക്കെ. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നിട്ടുള്ളത്. നമ്മൾക്കുള്ള എക്സ്പെൻസ് ആണ് ടാക്സ് ആൻഡ് ഇൻഷുറൻസ്. ടാക്സ് ആൻഡ് ഇൻഷുറൻസ് നമ്മൾക്കുള്ള എക്സ്പെൻസ് ആണ്. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. ടാക്സ് ആൻഡ് ഇൻഷുറൻസ് വാസ് പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ₹500. നമ്മൾക്ക് ഇൻഷുറൻസ്, ഇതിലുള്ള ഇൻഷുറൻസ് 500 രൂപ എന്താണ് നമ്മൾ പ്രീപെയ്ഡ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വർഷത്തെ ഇൻഷുറൻസ് നമ്മൾ ഈ വർഷം പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ. ഇനി ടാക്സ്, ഇതിടെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് വേർ സാലറീസ് 3000, അതുപോലെ തന്നെ ടാക്സസ് 1500. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് 1500 ഉണ്ട്. അതായത് നമ്മൾ ഈ വർഷത്തെ ടാക്സ് 1500 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. നമ്മൾക്ക് കൊടുക്കേണ്ട സമയമായി, പക്ഷേ നമ്മൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് നമ്മളിത് കാണിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾക്കിവിടെ ടാക്സ് ആൻഡ് ഇൻഷുറൻസ് നമ്മൾക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് ആദ്യം ഇന്നർ കോളത്തിൽ എഴുതുക. 1500 ആണ് ഇന്നർ കോളത്തിൽ എഴുതാനുള്ളത്. അപ്പോൾ അതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള എമൗണ്ട് എന്താണോ അത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ഇൻഷുറൻസ് വാസ് പ്രീപെയ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രീപെയ്ഡ് എക്സ്പെൻസിന് നമ്മൾ ലെസ് ചെയ്യുക. ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ട് വരുന്നത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എത്രയാണ്, 500 ആണ്. അത് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ. ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1000 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസിൻ്റെ പ്രീപെയ്ഡ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം,
ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ഈ വർഷം നമുക്ക് പേ ചെയ്യാൻ ബാക്കിയായ ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ്. നമ്മൾ ലെസ് ആഡ് ചെയ്യുക. എമൗണ്ട് നമുക്ക് വരുന്നത് 1500 ആണ്. 1500 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ടാക്സ് ആൻഡ് ഇൻഷുറൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആയിട്ടുള്ള 500 ലെസ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് ആയിട്ടുള്ള 1500 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1500 നിന്ന് 500 പോയാൽ 1000 പ്ലസ് 1500, അപ്പോൾ 2500 നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ടാക്സ് ആൻഡ് ഇൻഷുറൻസ് പുതിയ എമൗണ്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഐറ്റം ഏതാണെന്ന് നോക്കാം. കമ്മീഷനാണ്. കമ്മീഷൻ നമ്മൾക്കുള്ള ഇൻകമാണ്. നമ്മളെന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. കമ്മീഷൻ നമ്മൾക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അൺഏൺഡ് കമ്മീഷൻ വാസ് 2000. അൺഏൺഡ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള കമ്മീഷനാണ്. അപ്പോൾ ഈ വർഷത്തെ കമ്മീഷൻ അല്ലാതെ അടുത്ത വർഷത്തെ കമ്മീഷൻ നമ്മൾ ഈ വർഷം നമ്മൾക്ക് അവർ തന്നതിനാണ് നമ്മൾ അൺഏൺഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ വർക്ക് നമ്മൾ ചെയ്യണത്ര. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഇൻകമായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ടോട്ടൽ കമ്മീഷൻ നമ്മൾക്കുള്ളത് 4000 ആണ്. ആ 4000 നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അൺഏൺഡ് കമ്മീഷനെ നമ്മൾ റെഡ്യൂസ് അല്ലെങ്കിൽ മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ കോളത്തിൽ അൺഏൺഡ് കമ്മീഷൻ എന്ത് ചെയ്യുക, ആദ്യം ഇന്നർ കോളത്തിൽ ഏതാണ് നമ്മൾ കമ്മീഷൻ ഉള്ളത്, ട്രയൽ ബാലൻസിൽ തന്നത്, അത് എഴുതുക. നെക്സ്റ്റ് എന്ത് ചെയ്യാം, അൺഏൺഡ് കമ്മീഷനെ നമുക്ക് ലെസ് ചെയ്യാം. ലെസ് അൺഏൺഡ് കമ്മീഷൻ. അൺഏൺഡ് കമ്മീഷൻ നമ്മളെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അൺഏൺഡ് കമ്മീഷൻ നമ്മൾക്ക് തന്നിട്ടുള്ളത് 2000 ആണ്. 2000 നമ്മൾ ലെസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾക്കുള്ള കമ്മീഷൻ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അത് നമ്മൾ 2000 നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിൽ എഴുതി വെക്കുക. ഇനി അടുത്ത വരുന്ന ഐറ്റം ഏതാണെന്ന് നോക്കാം. കമ്മീഷൻ കഴിഞ്ഞാൽ പിന്നെ ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീവ്, പേബിൾസ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഡിസ്കൗണ്ട് റിസീവ്ഡും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അലൗഡ് രണ്ടും ഉണ്ട്. ഡെബിറ്റ് സൈഡിലുള്ളത് ഡിസ്കൗണ്ട് അലൗഡ് നമ്മളുടെ എക്സ്പെൻസ് ആണ്. ഓക്കെ, എല്ലാ എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഇൻകവും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് നമ്മളത് എഴുതാം. എക്സ്പെൻസിൽ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതുണ്ടോ എന്ന് നോക്കാം. ഡിസ്കൗണ്ട് അലൗഡിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മളെന്ത് ചെയ്യുക, നമ്മൾക്കുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്, 3000 ആണുള്ളത്. ഓക്കെ, 3000 നമ്മൾ എഴുതി വെക്കുക. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അത് ഇൻകം സൈഡിൽ നമ്മൾ എഴുതണം. ഓക്കെ, ഇൻകം സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡിന് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ഓക്കെ, 5000 നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത്
ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ഹാൻഡ്. നെക്സ്റ്റ് വരുന്നത് സാലറീസ് ആണ്. സാലറീസ് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെൻസാണ് നമുക്കുള്ള സാലറീസ്, എക്സ്പെൻസ് സൈഡിൽ എഴുതാം. ഇനി നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് 3000 ഉണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഇന്നർ കോളത്തിൽ സാലറീസ് എഴുതുക. 10,000 ആണ് നമ്മൾക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള സാലറി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമുക്ക് തന്നിട്ടുള്ളത് 3000 ആണ്. ഓക്കെ, 3000 എന്ത് ചെയ്യാം, നമ്മൾക്ക് ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ 13,000 ആണ് നമ്മൾക്ക് ഈ വർഷത്തെ സാലറി ഉള്ളത്. അതിൽ 3,000 നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ടായി, പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷം തന്നെ കാണിക്കണം എക്സ്പെൻസ് ആയിട്ട്. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ആയിട്ട് നമുക്ക് അത് കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വരുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ ഇതല്ലാത്ത വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതുവരെ ചെയ്യാത്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതൊക്കെ ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഇൻഷുറൻസ് പ്രീപെയ്ഡ് നമ്മൾ ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് നമ്മൾ ചെയ്തു, ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് റിസീവ്ഡ് നോട്ട് റിസീവ്ഡ് ചെയ്തു. ഇനി അൺഏൺഡ് കമ്മീഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഡിപ്രിസിയേറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ് 5% പെർ ആനം, പ്ലാന്റ് ആൻഡ് മെഷീനറി 10% പെർ ആനം. ഓക്കെ, ഈ 2 ഡിപ്രിസിയേഷനാണ് ഇനി ബാക്കിയുള്ളത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യാൻ ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രിസിയേഷൻ എന്ന് എഴുതുക. ഡിപ്രിസിയേഷൻ ഏതൊക്കെ അക്കൗണ്ടിനാണ് ഡിപ്രിസിയേഷൻ കൊടുക്കേണ്ടത്? ഒന്ന് ലാൻഡ് ആൻഡ് ബിൽഡിങ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഇവിടെ കൊടുക്കാൻ പറയുന്നുള്ളത് 5% ആണ്. 5% ആണ് നമ്മൾക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് കൊടുക്കാൻ വേണ്ടി പറയുന്നുള്ളത്. ഓക്കെ, ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് നമ്മൾക്ക് 5% ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 2 lakh ആണ് വരുന്നത്. അതിൻ്റെ 5% നമ്മൾക്ക് എത്ര എമൗണ്ട് വരും? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ 5% എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, 2 lakhൻ്റെ 5% എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ആ 10,000 നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ കോളത്തിൽ എഴുതുക. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഡിപ്രിസിയേഷൻ ഏതാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്. 10% പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ 10%. അപ്പോൾ 20,000 ആണ് ഇവിടെ എമൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ 10% പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ 10% എന്ന് പറയുന്നത് 2,000 ആണ്. ഓക്കെ, 2,000 ആണ്. അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ 10,000 ഇവിടെയും അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ 2,000 ഔട്ടർ കോളത്തിലും എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഐറ്റംസ് ഒന്നും ബാക്കിയില്ല. നമ്മൾ ഓൾറെഡി ഏകദേശം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എഫക്റ്റ് ഇനി വരാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള എഫക്ട്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെയ്ത പോലെ ഓരോ 2 സൈഡിലും ക്രെഡിറ്റ് സൈഡിലുള്ളയോ അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലുള്ളതിൻ്റെയും ടോട്ടൽ എമൗണ്ട് എടുക്കുക. അപ്പോൾ അതിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണോ, ഏറ്റവും വലിയ ടോട്ടൽ വരുന്നത് ഏതാണോ
അത് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ കോളത്തിൽ എഴുതുക. ശേഷം ടോട്ടൽ ബാലൻസ് എമൗണ്ട് കുറവുള്ള സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ നോക്കിയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോക്കുക, ടോട്ടൽ ബാലൻസ് ഇവിടെ ക്രെഡിറ്റ് സൈഡ് വരുന്നത് 82,000 ആണ്. ഓക്കെ, 82,000 ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് അല്ലെങ്കിൽ ടോട്ടൽ അതിനേക്കാളും കുറവാണ്, നമുക്ക് കാണാം കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൻ്റെ അതേ ടോട്ടൽ തന്നെ നമ്മൾ ഇവിടെയും എഴുതി വെക്കാം. നെക്സ്റ്റ് ഇവിടെ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ, ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ടിൻ്റെയും ഈ ഒരു എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എമൗണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 82,000 മൈനസ് ഈ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 49,500 ആണ് വരുന്നത്. ഓക്കെ, 49,500 ആണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ്ങിൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2025 കൊടുക്കുക. ശേഷം അസറ്റ്സ് സൈഡാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കുള്ള ട്രയൽ ബാലൻസിൽ എന്തൊക്കെ അസറ്റ്സ് ആണുള്ളത് എന്ന് നോക്കുക. ആദ്യം കറണ്ട് അസറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾക്ക് തന്നിട്ടുള്ളത് 2,000 ആണ്. ഓക്കെ, അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് 12,000 ആണ്. ഓക്കെ, ശേഷം ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി ഏതൊക്കെ അസറ്റ് വരുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഡെറ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾസ് ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾക്ക് തന്നിട്ടുള്ളത് 23,000 ആണ്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് വാസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾക്കുള്ളത് 500 ആണ്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചു, പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ നേരത്തെ ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് സൈഡിൽ കാണിക്കണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് തന്നിട്ടുള്ളത് 500 ആണ്. ഓക്കെ, ഇനി നേരത്തെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഏൺഡ്, അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 1,000 ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് അത് നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം, 1,000 ആണുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഇനി അടുത്ത ഐറ്റം നമ്മൾ ഇതിൽ വരുന്ന ഐറ്റം ഏതാണെന്ന് നോക്കാം. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡെറ്റേഴ്സ് നമ്മുടെ അസറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ട്രയൽ ബാലൻസിൽ തന്ന എമൗണ്ട് എത്രയാണോ അത് തന്നെ കൊടുക്കുന്നു.
ഓക്കെ, ഇനി നെക്സ്റ്റ് ബിൽസ് റിസീവബിൾസ്. ബിൽസ് റിസീവബിൾസിൽ നമ്മൾക്ക് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാനില്ല. അപ്പോൾ അതും നമ്മൾ ഡയറക്റ്റ് നമ്മൾക്ക് തന്നിട്ടുള്ള എമൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് അസറ്റ് സൈഡിൽ ഇനി കാണിക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്ന എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മൾക്കിവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും നമ്മൾക്ക് ഡിപ്രീസിയേഷനോട് കൂടിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് അത് കൊടുക്കാം. ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000 ആണ്. ഓക്കെ, 20,000 ആണ്. അപ്പോൾ അതിൽ ഡിപ്രീസിയേഷൻ വരുന്നത് ഡിപ്രീസിയേഷൻ വരുന്നത് 10% ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ 10% എത്രയാണെന്ന് വെച്ചാൽ 2,000 ആണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ 20,000 നിന്ന് 2,000 ലെസ് ചെയ്താൽ നമുക്ക് കിട്ടും 18,000. ഇനി അതേപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ എമൗണ്ട് കൊടുക്കാം. എമൗണ്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെത് 2 lakh ആണ്. 2 lakh നിന്ന് ഡിപ്രീസിയേഷൻ 5% ആണ്. 5% നമുക്ക് 10,000 ആണ് കിട്ടിയത് നേരത്തെ. അതെന്ത് ചെയ്യാം, ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കൊടുക്കാം. അപ്പോൾ 1,90,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾക്ക് അസറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണോ വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടോട്ടൽ കാണിക്കാം. അപ്പോൾ നമ്മൾക്കിവിടെ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 3,73,500 ആണ്. 3,73,500. ഓക്കെ, ഇനി നെക്സ്റ്റ് ലയബിലിറ്റീസ് സൈഡിൽ പോവാം. ലയബിലിറ്റി സൈഡിൽ നമ്മൾക്ക് ഏതൊക്കെ ഐറ്റംസാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസ് ഏതാണെന്ന് നോക്കാം. ക്യാപിറ്റൽ വരും, ഡ്രോയിങ്സ് റെസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സ് വരും. ഓക്കെ, ക്രെഡിറ്റേഴ്സ് നമ്മൾക്ക് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാനില്ലാത്തതാണ്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. 15,500 ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേപോലെ ബിൽസ് പേയബിൾസ് 22,000 ആണ്. ബിൽസ് പേയബിൾസ് 22,000 ആണ്. ഓക്കെ, എമൗണ്ട്. ഇനി നേരത്തെ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് അത് നമ്മൾക്ക് ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി
ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് എമൗണ്ട് 3000 ആണ്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് 1500 ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ അൺഏൺഡ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കമ്മീഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെസ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ. അപ്പോൾ നമ്മൾക്കത് ലയബിലിറ്റി ആണ്. നമ്മൾ ഈ വർഷം ഒരു വർക്കും ചെയ്യാതെ തന്നെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻകമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അൺഏൺഡ് കമ്മീഷൻ. അപ്പോൾ അൺഏൺഡ് കമ്മീഷൻ നമ്മൾക്കുള്ളത് അൺഏൺഡ് കമ്മീഷൻ 2000 ആണ്. അത് കാണിക്കുക. നെക്സ്റ്റ് അൺഏൺഡ് കമ്മീഷൻ. അപ്പോൾ ഏകദേശം ഐറ്റംസ് ആയി. ഇനി നമ്മൾക്ക് ക്യാപിറ്റൽ കൊടുക്കണം. ക്യാപിറ്റൽ അപ്പോൾ ലാസ്റ്റാണ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ രാഘവൻസ് ക്യാപിറ്റൽ അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതാം. ആദ്യം രാഘവൻസ് ക്യാപിറ്റൽ 3 lakh ആണ് നമ്മൾക്ക് ട്രയൽ ബാലൻസിൽ തന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ ആഡ് നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ രാഘവൻസ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 49,500 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് 3,49,500 ആണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ട് നമ്മൾക്ക്, രാഘവൻസ് ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. ഡ്രോയിങ്സ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ഇവിടെ 20,000 ആണ്. ഓക്കെ. 20,000 ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ ക്യാപിറ്റലായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഔട്ടർ കോളത്തിൽ 20,000 ലെസ് ചെയ്താൽ 3,29,500 നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ ടോട്ടൽ കാണുന്ന സമയത്ത് കാൽക്കുലേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് രണ്ടും ടാലി ആവുന്നുണ്ട്. ഓക്കെ. 3,73,500. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ആൻസർ.